കുട്ടിക്കാനം തട്ടാത്തിക്കാനത്തെ പൈൻകാട് സഞ്ചാരികളുടെ ഇഷ്ടയിടമായി മാറുന്നു. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാത വഴി കടന്നുപോകുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും തട്ടാത്തിക്കാനത്തെ പൈൻകാട്ടിൽ കയറാതെ മടങ്ങാറില്ല. എന്നാൽ സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുങ്ങേണ്ടതുണ്ട്. ഇതിനായുള്ള പ്രവർത്തനങ്ങൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്തിമഘട്ടത്തിലാണ്. 8 ഹെക്ടർ വിസ്തൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പൈൻകാടാണ് ഇവിടെയുള്ളത്. വനംവകുപ്പിന്റെ കീഴിലാണ് ഈ സ്ഥലം. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനത്തിനും പീരുമേടിനുമിടയിൽ തട്ടാത്തിക്കാനത്താണ് പൈൻ ഫോറസ്റ്റ് ഉള്ളത്. ഇതുവഴി കടന്നുപോകുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗം പേരും ഇവിടെ കയറി പൈൻകാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാതെ മടങ്ങാറില്ല. തിങ്ങി നിൽക്കുന്ന പൈൻ മരങ്ങളും ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന കോടമഞ്ഞും കുട്ടിക്കാനത്തിന്റെ തണുപ്പും സഞ്ചാരികൾക്ക് നവ്യാനുഭവമാണ് സമ്മാനിക്കുന്നത്. എന്നാൽ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങേണ്ടതായുണ്ട്. കുട്ടിക്കാനത്തിൻ്റെ അടുത്തായി തട്ടാത്തിക്കാനം എന്ന ഈ സ്ഥലത്ത് ഒട്ടേറെ വിനോദസഞ്ചാരികൾ ഈ പൈൻകാട് കാണാൻ വേണ്ടി കടന്നു വരികയാണ്. ഈ സഞ്ചാരികൾക്ക് അടിയന്തരമായി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാണ്. പരുന്തുംപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരികയും ഈ ആൾക്കാർ മടങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഈ പൈൻകാട് സന്ദർശിച്ചതിന് ശേഷമാണ് കടന്നു ചെല്ലുന്നത്. ഈ സഞ്ചാരികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പ്രദേശത്തിൽ കുറവാണ്. അതിനാൽ അടിയന്തരമായി ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തിനും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും വരുമാനം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതിനാൽ വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാൻ. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുവരികയാണ്. പൈൻകാട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് വനംവകുപ്പ് ഒരു എക്കോ ഷോപ്പ് പണിയുന്നുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇതിനോട് ചേർന്ന് ശുചിമുറി അടക്കമുണ്ട്. എക്കോ ഷോപ്പിൽ നിന്ന് സഞ്ചാരികൾക്ക് വനവിഭവങ്ങൾ ലഭിക്കും. കൂടാതെ കഫ്റ്റീരിയയും ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇതോടൊപ്പം പൈൻകാട്ടിൽ വിവിധയിടങ്ങളിൽ ഇരിപ്പിടങ്ങളും ഒരുക്കുന്നുണ്ട്. ഇവയെല്ലാം പൂർത്തിയാക്കി കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.